ഹായ് ഓൾ, പ്ലസ് 1 ബോട്ടണി ചാപ്റ്റർ ആയ ഫോട്ടോസിന്തസിസ് ഇൻ ഹയർ പ്ലാന്റ്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ. ഓക്കെ, വാട്ട് ഈസ് ഫോട്ടോസിന്തസിസ്? എന്താണ് ഫോട്ടോസിന്തസിസ്? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് ഫുഡ് ബൈ ദ പ്ലാന്റ്സ്. പ്ലാന്റ്സ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന പ്രോസസ്സാണ് ഫോട്ടോസിന്തസിസ് എന്ന് നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? വാട്ട് ആർ ദ ഫാക്ടേഴ്സ് റിക്വയർഡ് ഫോർ ഫോട്ടോസിന്തസിസ്? ഫോട്ടോസിന്തസിസിന് ആവശ്യമായ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? സൺലൈറ്റ്, ലൈറ്റ് ഈസ് നെസസറി, കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ, മിനറൽസ് എക്സെട്ര. ദെൻ വാട്ട് ആർ ദ പ്രോഡക്ട്സ്? ഫോട്ടോസിന്തസിസിന് ശേഷം കിട്ടുന്ന പ്രോഡക്ട്സ് എന്തൊക്കെയാണ്? ഓക്സിജൻ ആൻഡ് ഗ്ലൂക്കോസ്. ദിസ് ഓക്സിജൻ ഈസ് യൂസ്ഡ് ബൈ us ഫോർ ബ്രീത്തിങ് ആൻഡ് ഗ്ലൂക്കോസ് ഈസ് യൂസ്ഡ് ആസ് ഫുഡ്. ഈ ഓക്സിജനെ നമ്മൾ ബ്രീത്ത് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു, ഗ്ലൂക്കോസ് നമ്മൾ ഫുഡായും യൂസ് ചെയ്യുന്നു. വേർ ഡസ് ഫോട്ടോസിന്തസിസ് ടേക്സ് പ്ലേസ്? എവിടെയാണ് ഫോട്ടോസിന്തസിസ് നടക്കുന്നത്? സൈറ്റ് ഓഫ് ഫോട്ടോസിന്തസിസ്, mesophyll tissue of leaves. These cells have abundant chloroplast. ലീവ്സിൽ കാണുന്ന മീസോഫിൽ ടിഷ്യൂസിലാണ് ഫോട്ടോസിന്തസിസ് നടക്കുന്നത്. മീസോഫിൽ ടിഷ്യൂസിൽ ഒരുപാട് ക്ലോറോപ്ലാസ്റ്റ് കാണാം. ക്ലോറോപ്ലാസ്റ്റ് ഈസ് എ സെൽ ഓർഗനൽ സീൻ ഓൺലി ഇൻ പ്ലാന്റ്സ്. പ്ലാന്റ്സിൽ മാത്രം കാണുന്ന ഒരു സെൽ ഓർഗനലാണ് ക്ലോറോപ്ലാസ്റ്റ്. സോ ഫോട്ടോസിന്തസിസ് ടേക്സ് പ്ലേസ് ഇൻ ക്ലോറോപ്ലാസ്റ്റ്. ക്ലോറോപ്ലാസ്റ്റിൽ വെച്ചാണ് ഫോട്ടോസിന്തസിസ് നടക്കുന്നത്. You have already studied about the structure of chloroplast. So chloroplastന്റെ സ്ട്രക്ചർ ഒന്ന് ഓർത്തെടുക്കാം. ഇറ്റ് ഈസ് കവേർഡ് ബൈ ഡബിൾ മെംബ്രെയിൻ. ക്ലോറോപ്ലാസ്റ്റിനെ കവർ ചെയ്ത് രണ്ട് മെംബ്രെയിൻസ് കാണാം, ഔട്ടർ മെംബ്രെയിൻ ആൻഡ് ഇന്നർ മെംബ്രെയിൻ. The fluid part is called stroma. Stroma has sac-like structures called grana. Grana are interconnected by stroma lamella. ക്ലോറോപ്ലാസ്റ്റിന്റെ ഫ്ലൂയിഡ് പാർട്ടാണ് സ്ട്രോമ. സ്ട്രോമയിൽ ഗ്രാന കാണാം. ഡിസ്ക് പോലുള്ള തൈലക്കോയിഡ് സ്ട്രക്ചേഴ്സ് ഒന്നിനു മേലെ ഒന്നായി അറേഞ്ച് ചെയ്താണ് ഗ്രാന ഫോം ചെയ്യുന്നത്. ദാറ്റ് ഈസ് ക്ലോറോപ്ലാസ്റ്റ്. വിതിൻ ദ ക്ലോറോപ്ലാസ്റ്റ് ദർ ഈസ് എ മെംബ്രാനസ് സിസ്റ്റം കൺസിസ്റ്റിംഗ് ഓഫ് ഗ്രാന, ദ സ്ട്രോമ ലാമെല്ല ആൻഡ് ദ ഫ്ലൂയിഡ് പാർട്ട് സ്ട്രോമ. മെംബ്രാനസ് സിസ്റ്റം ട്രാപ്പ് ലൈറ്റ് എനർജി, സിന്തസൈസ് ATP ആൻഡ് NADPH. സോ ലൈറ്റിനെ ട്രാപ്പ് ചെയ്യുന്നത്, ലൈറ്റിനെ റിസീവ് ചെയ്യുന്നതും ATP ആൻഡ് NADPH ഫോം ചെയ്യുന്നതും മെംബ്രാനസ് സിസ്റ്റമാണ്. ഓക്കെ, ദാറ്റ് ഈസ് ഗ്രാന. സ്ട്രോമ സിന്തസിസ് ഓഫ് ഷുഗർ. ഷുഗർ ദെൻ ഗെറ്റ് കൺവേർട്ടഡ് ടു സ്റ്റാർച്ച്. ഷുഗർ ദാറ്റ് ഈസ് ഗ്ലൂക്കോസ് ഫോർമേഷൻ നടക്കുന്നത് സ്ട്രോമയിലാണ്. ഷുഗർ പിന്നീട് എന്തായി കൺവേർട്ട് ചെയ്യും? സ്റ്റാർച്ചായി കൺവേർട്ട് ചെയ്യും. ദർ ആർ 2 phases ഇൻ ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിസ് നടക്കുന്നത് 2 phases ആയാണ്, ലൈറ്റ് റിയാക്ഷൻ ആൻഡ് ഡാർക്ക് റിയാക്ഷൻ. Light reaction. The site of light reaction is grana. It traps light energy and form ATP and NADPH. Light reaction നടക്കുന്നത് ഗ്രാനയിൽ വെച്ചാണ്. So light reactionന്റെ ലൊക്കേഷൻ ഗ്രാന ആണ്. So what happens in light reaction? Light reaction നടന്നു കഴിഞ്ഞാൽ ATP formation നടക്കും, NADPH formation നടക്കും. ATP and NADPH രണ്ടും ഹൈ എനർജി മോളിക്യൂൾസ് ആണ്. നെക്സ്റ്റ് ഡാർക്ക് റിയാക്ഷൻ. The site of dark reaction is stroma. Dark reaction നടക്കുന്നത് സ്ട്രോമയിൽ വെച്ചാണ്. It helps in the formation of carbohydrate. So photosynthesisന്റെ ഫൈനൽ പ്രോഡക്റ്റ് പറഞ്ഞു, that is glucose. Glucose പിന്നീട് സ്റ്റാർച്ചായി കൺവേർട്ട് ചെയ്യും, that is carbohydrate. So carbohydrate formation നടക്കുന്നത് സ്ട്രോമയിൽ വെച്ചാണ്. Light reaction occurs in grana, dark reaction occurs in stroma. Pigments involved in photosynthesis or pigments. നമ്മൾ ലീവ്സ് ഒബ്സർവ് ചെയ്താൽ ഗ്രീൻ കളറിൻ്റെ ഒരുപാട് ഷെയ്ഡ്സ് കാണുന്നുണ്ട് അല്ലേ? ഒരേ പ്ലാന്റിലുള്ള ലീവ്സിൽ തന്നെ ഗ്രീൻ കളറിൻ്റെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് കാണാം. ഇങ്ങനെ ഡിഫറെൻറ്റ് കളറിന് കാരണം പിഗ്മെൻറ്റ്സ് ആണ്. ഓക്കെ, പിഗ്മെൻറ്റ്സ് ആർ ദ റീസൺ ഫോർ ദീസ്. സോ പിഗ്മെൻറ്റ്സ് വിച്ച് ആർ ഇൻവോൾവ്ഡ് ഇൻ ഫോട്ടോസിന്തസിസ്. ഈ പിഗ്മെൻറ്റ്സ് ഫോട്ടോസിന്തസിസിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ദ പിഗ്മെൻറ്റ്സ് ഇൻവോൾവ്ഡ് ഇൻ ഫോട്ടോസിന്തസിസ് ആർ കോൾഡ് photosynthetic pigments. These pigments give different shades of green in the leaves. ഫോട്ടോസിന്തസിസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന, പങ്കെടുക്കുന്ന പിഗ്മെൻസിനെ നമ്മൾ എന്ത് പറയും? ഫോട്ടോസിന്തറ്റിക് പിഗ്മെൻറ്റ്സ് എന്ന് പറയും. ആൻഡ് ദീസ് പിഗ്മെൻറ്റ്സ് ആർ ഗിവിംഗ് ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഓഫ് ഗ്രീൻ കളർ ഇൻ ദ ലീവ്സ്. ലീവ്സിൽ ഗ്രീൻ കളറിൻ്റെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സിന് കാരണം ഈ പിഗ്മെൻറ്റ്സ് ആണ്. പിഗ്മെൻറ്റ്സ് ആർ ദ സബ്സ്റ്റൻസസ് ദാറ്റ് ഹാവ് an ability to absorb light. പിഗ്മെൻസിന് ലൈറ്റ് എബ്സോർബ് ചെയ്യാനുള്ള, സ്വീകരിക്കാനുള്ള എബിലിറ്റി ഉണ്ട്. ദേ ക്യാൻ റിസീവ് ദ ലൈറ്റ്. ഇറ്റ് ഈസ് പോസിബിൾ ടു സെപ്പറേറ്റ് ദ ലീഫ് പിഗ്മെൻറ്റ്സ് ഓഫ് ഗ്രീൻ പ്ലാന്റ്സ്
ത്രൂ പേപ്പർ ക്രൊമാറ്റോഗ്രാഫി. പേപ്പർ ക്രൊമാറ്റോഗ്രാഫി എന്ന് പറയുന്ന ഒരു ടെക്നിക് ഉപയോഗിച്ച് ലീവ്സിലുള്ള പിഗ്മെൻസിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. ഇറ്റ് ഷോസ് ദാറ്റ് ദ കളർ ദാറ്റ് വി സീ ഇൻ ലീവ്സ് ഈസ് നോട്ട് ഡ്യൂ ടു സിംഗിൾ പിഗ്മെൻറ്റ് ബട്ട് ഡ്യൂ ടു 4 പിഗ്മെൻറ്റ്സ്. സോ പ്ലാന്റ്സിൻ്റെ ലീവ്സിൽ കാണുന്ന കളറിന് കാരണം ഒരു പിഗ്മെൻറ്റ് മാത്രമല്ല. ദർ ആർ ഹൗ മെനി പിഗ്മെൻറ്റ്സ്? ദർ ആർ 4 പിഗ്മെൻറ്റ്സ് ഇൻ ലീവ്സ്. വിച്ച് ആർ ദേ? ക്ലോറോഫിൽ എ, ക്ലോറോഫിൽ ബി, സാന്തോഫിൽസ് ആൻഡ് കെരാട്ടിനോയിഡ്സ്. സോ ലീവ്സിൻ്റെ ഡിഫറെൻറ്റ് കളറിന് കാരണം ഈ പറയുന്ന 4 പിഗ്മെൻറ്റ്സ് ആണ്. ക്ലോറോഫിൽ എ, ക്ലോറോഫിൽ ബി, സാന്തോഫിൽസ് ആൻഡ് കെരാട്ടിനോയിഡ്സ്. സോ ക്ലോറോഫിൽ എയുടെ കളറ്, ക്ലോറോഫിൽ എ ഇമ്പാർട്ട് ചെയ്യുന്ന കളറ് ബ്ലൂ ഗ്രീൻ, ക്ലോറോഫിൽ ബി യെല്ലോ ഗ്രീൻ, സാന്തോഫിൽ യെല്ലോ കളർ, കെരാട്ടിനോയിഡ്സ് യെല്ലോ ഓറഞ്ച് കളർ. ദ പിഗ്മെൻറ്റ്സ് ആർ ഓഫ് 2 ടൈപ്സ്. ഈ പറയുന്ന 4 പിഗ്മെൻറ്റ്സും 2 കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്യും. ദേ ആർ പ്രൈമറി പിഗ്മെൻറ്റ് ആൻഡ് ആക്സസറി പിഗ്മെൻറ്റ്. ഫസ്റ്റ് വൺ പ്രൈമറി പിഗ്മെൻറ്റ്, ക്ലോറോഫിൽ എ. പ്രൈമറി പിഗ്മെൻറ്റ് എന്ന് പറയുന്നത് ക്ലോറോഫിൽ എ ആണ്. സോ വൈ ഇറ്റ് ഈസ് കോൾഡ് പ്രൈമറി പിഗ്മെൻറ്റ്? ഇറ്റ് ഈസ് ദ ചീഫ് ഫോട്ടോസിന്തറ്റിക് പിഗ്മെൻറ്റ് റെസ്പോൺസിബിൾ ഫോർ ട്രാപ്പിംഗ് ദ ലൈറ്റ്. മെയിൻ പിഗ്മെൻറ്റ്, മെയിൻ ഫോട്ടോസിന്തറ്റിക് പിഗ്മെൻറ്റ് ഓർ ചീഫ് ഫോട്ടോസിന്തറ്റിക് പിഗ്മെൻ്റ് ആണ് ക്ലോറോഫിൽ എ. ഓക്കെ, മെയിനായി ലൈറ്റിനെ സ്വീകരിക്കുന്നത്, ട്രാപ്പ് ചെയ്യുന്നത് ക്ലോറോഫിൽ എ ആണ്. സോ ഇറ്റ് ഈസ് കോൾഡ് പ്രൈമറി പിഗ്മെൻറ്റ്. ആൻഡ് സെക്കൻഡ് കാറ്റഗറി ആക്സസറി പിഗ്മെൻറ്റ്, ക്ലോറോഫിൽ ബി, സാന്തോഫിൽ, കെരാട്ടിനോയിഡ്സ്. സോ ആക്സസറി പിഗ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ക്ലോറോഫിൽ ബി, സാന്തോഫിൽ, കെരാട്ടിനോയിഡ്സ്. വൈ? ദേ അബ്സോർബ് ലൈറ്റ് ആൻഡ് ട്രാൻസ്ഫർ ദ എനർജി ടു ക്ലോറോഫിൽ എ. ഈ 3 പിഗ്മെൻറ്റ്സും ക്ലോറോഫിൽ ബി, സാന്തോഫിൽ, കെരാട്ടിനോയിഡ്സ്, ഈ 3 പിഗ്മെൻറ്റ്സും ലൈറ്റിനെ അബ്സോർബ് ചെയ്ത് നെക്സ്റ്റ് എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യും? ക്ലോറോഫിൽ എയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. സോ ക്ലോറോഫിൽ എനെ ഹെൽപ്പ് ചെയ്യുന്ന പിഗ്മെൻറ്റ്സ് ആയതുകൊണ്ടാണ് ദേ ആർ കോൾഡ് ആക്സസറി പിഗ്മെൻറ്റ്സ്. ദ ചീഫ് പിഗ്മെൻറ്റ് ഓഫ് ഫോട്ടോസിന്തസിസ് ഇസ് ക്ലോറോഫിൽ എ. ആക്സസറി പിഗ്മെൻറ്റ്സ് ആർ ക്ലോറോഫിൽ ബി, സാന്തോഫിൽ ആൻഡ് കെരാട്ടിനോയിഡ്സ്. അബ്സോർപ്ഷൻ സ്പെക്ട്രം. The graphical representation of difference in absorption of light by different photosynthetic pigments is called absorption spectrum. ഓരോ ഫോട്ടോസിന്തറ്റിക് പിഗ്മെൻറ്റ്സും ലൈറ്റ് അബ്സോർബ് ചെയ്യുന്നത് ഒരേപോലെയല്ല, ഡിഫറെൻ്റ് ആയാണ്. സോ ലൈറ്റിൻ്റെ ഡിഫറെൻറ്റ് വേവ് ലെങ്ത്തിനനുസരിച്ച് ഓരോ പിഗ്മെൻറ്റ്സും ഡിഫറെൻ്റ് ആയി ലൈറ്റ് അബ്സോർബ് ചെയ്യുന്നു. ഇതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ് അബ്സോർപ്ഷൻ സ്പെക്ട്രം. ഇവിടെ തന്നിരിക്കുന്ന ഗ്രാഫ് ഏതാണ്? ഇറ്റ് ഈസ് ദി ഗ്രാഫ് ഷോയിങ് ദ അബ്സോർപ്ഷൻ സ്പെക്ട്രം ഓഫ് ക്ലോറോഫിൽ എ, ക്ലോറോഫിൽ ബി ആൻഡ് കെരാട്ടിനോയിഡ്സ്. ഈ 3 പിഗ്മെൻറ്റ്സിൻ്റെയും അബ്സോർപ്ഷൻ സ്പെക്ട്രമാണ് ഇവിടെ തന്നിരിക്കുന്ന ഗ്രാഫ്. ഈ ഗ്രാഫിൻ്റെ വൈ ആക്സിസിൽ കൊടുത്തിരിക്കുന്നത് അബ്സോർപ്ഷൻ ഓഫ് ലൈറ്റ് ബൈ ക്ലോറോപ്ലാസ്റ്റ് പിഗ്മെൻറ്റ്സ്. ഓരോ പിഗ്മെൻറ്റ്സും അബ്സോർബ് ചെയ്യുന്ന ലൈറ്റ്. ആൻഡ് എക്സ് ആക്സിസിൽ കൊടുത്തിരിക്കുന്നത് വേവ് ലെങ്ത് ഓഫ് ലൈറ്റ്, ലൈറ്റിൻ്റെ ഡിഫറെൻറ്റ് വേവ് ലെങ്ത്. 400 നാനോമീറ്റർ മുതൽ 700 നാനോമീറ്റർ വരെയുള്ള വേവ് ലെങ്ത് റെപ്രസെൻ്റ് ചെയ്ത് കാണാം. 400 മുതൽ 700 നാനോമീറ്റർ വരെ വിസിബിൾ സ്പെക്ട്രം ആണ് അല്ലേ? ഏതൊക്കെയാണ് കളേഴ്സ്? വിബ്ജിയോർ, വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച് ആൻഡ് റെഡ്. തന്നിരിക്കുന്ന ഈ ഗ്രാഫ് ഒബ്സർവ് ചെയ്താൽ മനസ്സിലാക്കാം, കൂടുതൽ പീക്ക് കാണുന്നത് ഏത് റീജിയണിലാണ്? ബ്ലൂ റീജിയണിലും റെഡ് റീജിയണിലാണ് പീക്ക് കാണുന്നത്. ദാറ്റ് മീൻസ് വാട്ട്? കൂടുതൽ ലൈറ്റ് അബ്സോർപ്ഷൻ നടക്കുന്നത് ബ്ലൂ ആൻഡ് റെഡ് റീജിയൺസിലാണ്. ആക്ഷൻ സ്പെക്ട്രം. ഇറ്റ് ഈസ് ദ കർവ് ദാറ്റ് ഷോസ് ദ റിലേറ്റീവ് റേറ്റ് ഓഫ് ഫോട്ടോസിന്തസിസ് അറ്റ് ഡിഫറെൻറ്റ് വേവ് ലെങ്ത് ഓഫ് ലൈറ്റ്. ലൈറ്റിൻ്റെ ഓരോ വേവ് ലെങ്ത്തിലും ഫോട്ടോസിന്തസിസിൻ്റെ റേറ്റ്, സ്പീഡ് ഡിഫറെൻ്റ് ആണ്. ഇതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ് ആക്ഷൻ സ്പെക്ട്രം. ഇവിടെ 2 പീക്ക് കാണുന്നത് ബ്ലൂ റീജിയണിലും റെഡ് റീജിയണിലും ആണ്. സോ മാക്സിമം ഫോട്ടോസിന്തസിസ് നടക്കുന്നത് ഏത് റീജിയണിലാണ്? ബ്ലൂ ആൻഡ് റെഡ് റീജിയണിലാണ്. ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ള 3ാമത്തെ ഗ്രാഫ് ആക്ഷൻ സ്പെക്ട്രം ഓഫ് ഫോട്ടോസിന്തസിസ്, അതിൻ്റെ കൂടെ ക്ലോറോഫിൽ എയുടെ അബ്സോർപ്ഷൻ സ്പെക്ട്രവും ആണ്. ഓക്കെ, ആക്ഷൻ സ്പെക്ട്രം ഓഫ് ഫോട്ടോസിന്തസിസ്, അതിൻ്റെ കൂടെ ക്ലോറോഫിൽ എയുടെ അബ്സോർപ്ഷൻ സ്പെക്ട്രം. ബ്ലാക്ക് ലൈൻ, ബ്ലാക്ക് ഗ്രാഫ് റെപ്രസെൻ്റ് ചെയ്യുന്നത് റേറ്റ് ഓഫ് ഫോട്ടോസിന്തസിസ് ആണ്, സ്പീഡ് ഓഫ് ഫോട്ടോസിന്തസിസ്. ആൻഡ് ബ്ലൂ ലൈൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്താണ്? അബ്സോർപ്ഷൻ സ്പെക്ട്രം ഓഫ് ക്ലോറോഫിൽ എ, ക്ലോറോഫിൽ എയുടെ അബ്സോർപ്ഷൻ സ്പെക്ട്രം. ഈ 2 ഗ്രാഫും കമ്പയർ ചെയ്താലും മനസ്സിലാക്കാൻ പറ്റും, പീക്ക് കാണുന്നത് ബ്ലൂ റീജിയണിലും റെഡ് റീജിയണിലും ആണ്. ദാറ്റ് ഈസ് വി ക്യാൻ സി മാക്സിമം ഫോട്ടോസിന്തസിസ് ടേക്സ് പ്ലേസ് ഇൻ റെഡ് ആൻഡ് ബ്ലൂ റീജിയൺസ് ഓഫ് വിബ്ജിയോർ.
Thus, it is concluded that chlorophyll A is the main photosynthetic pigment and other pigments are accessory pigments. The accessory pigments absorb light and transfer to chlorophyll A. ഫോട്ടോസിന്തസിന് രണ്ട് ഫേസസ് എന്ന് പറഞ്ഞു, ലൈറ്റ് റിയാക്ഷൻ ആൻഡ് ഡാർക്ക് റിയാക്ഷൻ. അതിൽ ഫസ്റ്റ് വൺ ലൈറ്റ് റിയാക്ഷൻ, അതർവൈസ് കോൾഡ് ഫോട്ടോ കെമിക്കൽ ഫേസ്. ലൈറ്റ് റിയാക്ഷൻ ടേക്സ് പ്ലേസ് ഇൻ ഗ്രാന. ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഗ്രാനൽ വെച്ചാണ് ലൈറ്റ് റിയാക്ഷൻ നടക്കുന്നത്. ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ഇൻ ലൈറ്റ് റിയാക്ഷൻ. സോ ലൈറ്റ് റിയാക്ഷൻ്റെ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ഏതൊക്കെയാണ്? ലൈറ്റ് അബ്സോർപ്ഷൻ, ലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്നു. വാട്ടർ സ്പ്ലിറ്റിംഗ്, വാട്ടർ സ്പ്ലിറ്റ് ചെയ്യുന്നു. ഓക്സിജൻ റിലീസ്, ഓക്സിജൻ ഫോം ചെയ്ത് ഓക്സിജൻ പുറത്തേക്ക് റിലീസ് ചെയ്യുന്നു. ഫോർമേഷൻ ഓഫ് ATP ആൻഡ് NADPH, ഹൈ എനർജി മോളിക്കിൾസ് ആയ ATP ഫോം ചെയ്യുന്നു, NADPH ഫോം ചെയ്യുന്നു. ഇത്രയും പ്രോസസ്സ് നടക്കുന്നത് ഫോട്ടോസിന്തസിസിൻ്റെ ലൈറ്റ് റിയാക്ഷൻ ഫേസിലാണ്. ഓക്കെ, സോ വാട്ട് ഹാപ്പൻസ് ഇൻ ലൈറ്റ് റിയാക്ഷൻ ഫേസ്? ലൈറ്റ് അബ്സോർപ്ഷൻ, സൺലൈറ്റ് അബ്സോർബ് ചെയ്യുന്നു. വാട്ടർ സ്പ്ലിറ്റിംഗ്, പ്ലാന്റ് റിസീവ് ചെയ്ത വാട്ടർ സ്പ്ലിറ്റ് ചെയ്ത് ഡിഫറെൻറ്റ് മോളിക്കിൾസ് ആയി മാറുന്നു. ഓക്സിജൻ റിലീസ്, ഓക്സിജൻ ഫോം ചെയ്ത് ഓക്സിജൻ പുറത്തേക്ക് റിലീസ് ചെയ്യുന്നു. ആൻഡ് ഫോർമേഷൻ ഓഫ് ATP ആൻഡ് NADPH, ഹൈ എനർജി മോളിക്കിൾസ് ആയ ATP ആൻഡ് NADPH ഫോർമേഷൻ സിന്തസിസ് നടക്കുന്നു. സെവറൽ പ്രോട്ടീൻ കോംപ്ലക്സസ് ആർ ഇൻവോൾവ് ഇൻ ലൈറ്റ് റിയാക്ഷൻ പ്രോസസ്. ലൈറ്റ് റിയാക്ഷൻ പ്രോസസ്സിൽ ഒരുപാട് പ്രോട്ടീൻ കോംപ്ലക്സുകൾ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ദേ ആർ ഫോട്ടോസിസ്റ്റം 1, ഫോട്ടോസിസ്റ്റം 2. ഇവ രണ്ടും ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സുകളാണ്. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം, ATP സിന്തേസ് എക്സെട്ര. ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സ് ഓർ LHC. ഫോട്ടോസിന്തറ്റിക് പിഗ്മെൻസിന് LHC ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സുകളായാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ നമ്മൾ 4 ഫോട്ടോസിന്തറ്റിക് പിഗ്മെൻസിൻ്റെ പേര് പറഞ്ഞു. ക്ലോറോഫിൽ A, ക്ലോറോഫിൽ B, സാന്തോഫിൽ ആൻഡ് കരോട്ടിനോയിഡ്സ്. ഈ ഫോട്ടോസിന്തറ്റിക് പിഗ്മെൻസ് ഒക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സുകളായാണ്. എന്താണ് ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സ് ഓർ LHC? ഒബ്സർവ് ദിസ് ഫിഗർ. ഈ ഫിഗർ ഒബ്സർവ് ചെയ്യുക. ഇതിൽ ക്ലോറോഫിൽ A മോളിക്കിളും അതിന് ചുറ്റും ആക്സസറി പിഗ്മെൻസും അറേഞ്ച് ചെയ്ത് കാണാം. അതായത് മിഡിൽ കാണുന്ന പിഗ്മെൻറ്റ് ക്ലോറോഫിൽ A മോളിക്കിളാണ്. അതിന് ചുറ്റും കാണുന്ന പിഗ്മെൻറ്റ് മോളിക്കിൾസ് ആക്സസറി പിഗ്മെൻറ്റ്സ് ആണ്. ഈ ഒരു അറേഞ്ച്മെൻറ്റിനെയാണ് ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ക്ലോറോഫിൽ A മോളിക്കിളും അതിന് ചുറ്റും കാണുന്ന ആക്സസറി പിഗ്മെൻസും ആണ് ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സ്. ഈ ഒരു യൂണിറ്റാണ് ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സ്. സോ ഇവിടെയുള്ള ക്ലോറോഫിൽ A മോളിക്കിളിനെ റിയാക്ഷൻ സെൻറ്റർ എന്ന് പറയും. സോ ക്ലോറോഫിൽ A മോളിക്കിൾ ഈസ് കോൾഡ് റിയാക്ഷൻ സെൻറ്റർ. That is, each LHC has a reaction center, a chlorophyll A molecule surrounded by accessory pigments. LHC light harvesting complexil ഒരു റിയാക്ഷൻ സെൻറ്റർ കാണാം. റിയാക്ഷൻ സെൻറ്റർ ക്ലോറോഫിൽ A മോളിക്കിൾ ആണ്. അതിന് ചുറ്റും ആക്സസറി പിഗ്മെൻസും കാണാം. ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സ് ഓർ LHC രണ്ടായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫോട്ടോസിസ്റ്റം 1 ആൻഡ് ഫോട്ടോസിസ്റ്റം 2. സോ നെക്സ്റ്റ് വി ക്യാൻ ഡിസ്കസ് അബൌട്ട് ഫോട്ടോസിസ്റ്റംസ്. ഫോട്ടോസിസ്റ്റം 1ഉം ഫോട്ടോസിസ്റ്റം 2ഉം രണ്ടും ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സ് ആണ്. ഫോട്ടോസിസ്റ്റം 1ൻ്റെയും ഫോട്ടോസിസ്റ്റം 2ൻ്റെയും അറേഞ്ച്മെൻറ്റ് സെയിം ആണ്, ഒരേപോലെയാണ്. ക്ലോറോഫിൽ A റിയാക്ഷൻ സെൻറ്റർ കാണാം. അതിനെ സറൗണ്ട് ചെയ്ത് ആക്സസറി പിഗ്മെൻസും കാണാം. പിന്നെ എന്താണ് ഇവ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്? രണ്ട് ഫോട്ടോസിസ്റ്റത്തിലും, അതായത് ഫോട്ടോസിസ്റ്റം 1ലും ഫോട്ടോസിസ്റ്റം 2ലും കാണുന്ന ക്ലോറോഫിൽ Aയുടെ പ്രോപ്പർട്ടിയിലാണ് ഡിഫറൻസ്, വ്യത്യാസം. Photosystem 1. In photosystem 1, the reaction center chlorophyll A has an absorption peak at 700 nanometer, hence is called P700. Photosystem 1-ലുള്ള chlorophyll A 700 nanometer റേഞ്ചിലുള്ള ലൈറ്റിനെയാണ് അബ്സോർബ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഇവിടെയുള്ള chlorophyll Aയുടെ അബ്സോർപ്ഷൻ പീക്ക് എന്ന് പറയുന്നത് 700 നാനോമീറ്റർ ലൈറ്റാണ്. Photosystem 2. In photosystem 2, it has absorption maxima at 680 nanometer and is called P680. Photosystem 2-ലുള്ള chlorophyll A 680 നാനോമീറ്റർ വേവ് ലെങ്ത് ഉള്ള ലൈറ്റിനെയാണ് അബ്സോർബ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഇവിടെയുള്ള chlorophyll Aയുടെ അബ്സോർപ്ഷൻ പീക്ക് എന്ന് പറയുന്നത് 680 നാനോമീറ്റർ വേവ് ലെങ്ത് ആണ്. സോ ലൈറ്റ് റിയാക്ഷനിൽ ഇൻവോൾവ് ചെയ്യുന്ന മറ്റൊരു കോംപ്ലക്സ് ആണ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം. ഒബ്സർവ് ദിസ് ഫിഗർ. ഈ ഫിഗർ ഒബ്സർവ് ചെയ്യുക. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം ഈസിയായി മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, സോ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫോട്ടോസിസ്റ്റം 2ൽ നിന്നാണ്. ഫോട്ടോസിസ്റ്റം
ടൂയിലുള്ള ക്ലോറോഫിൽ എ 680 നാനോമീറ്റർ വേവ് ലെങ്ത്തുള്ള ലൈറ്റിനെ അബ്സോർബ് ചെയ്യും. ഇവിടെ ഫോട്ടോസിസ്റ്റം 2ലുള്ള ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സ് കാണുന്നുണ്ട്. ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സിൽ ക്ലോറോഫിൽ എ കാണാം, ആക്സസറി പിഗ്മെൻറ്റ്സ് കാണാം. സോ ക്ലോറോഫിൽ എ ലൈറ്റ് അബ്സോർബ് ചെയ്യുന്നുണ്ട്, ആക്സസറി പിഗ്മെൻറ്റ്സും ലൈറ്റ് അബ്സോർബ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ആക്സസറി പിഗ്മെൻറ്റ്സ് ലൈറ്റിനെ ക്ലോറോഫിൽ എയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. സോ ക്ലോറോഫിൽ എക്ക് കൂടുതൽ ലൈറ്റ് എനർജി കിട്ടും. അത് കാരണം ക്ലോറോഫിൽ എയിലുള്ള ഇലക്ട്രോൺസ് എക്സൈറ്റഡ് ആകും. എക്സൈറ്റഡ് ആയ ഇലക്ട്രോൺസ് പുറത്തേക്ക് ജമ്പ് ചെയ്യും. ഈ ഇലക്ട്രോൺസിനെ ഇവിടെ കാണുന്ന ഇലക്ട്രോൺ ആക്സെപ്റ്റർ ആക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, ദാറ്റ് ഈസ് വൺസ് അഗെയിൻ ഫോട്ടോസിസ്റ്റം 2ലുള്ള ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സ് ലൈറ്റ് റിസീവ് ചെയ്തു, ഇലക്ട്രോൺസ് എക്സൈറ്റഡ് ആയ ഇലക്ട്രോൺസ് പുറത്തേക്ക് ജമ്പ് ചെയ്തു. ഈ ഇലക്ട്രോൺസിനെ ഇലക്ട്രോൺ ആക്സെപ്റ്റർ ആക്സെപ്റ്റ് ചെയ്തു. അതിനുശേഷം ഇലക്ട്രോൺ ആക്സെപ്റ്റർ ഇലക്ട്രോൺസിനെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ടിംഗ് സിസ്റ്റത്തിലേക്ക് പാസ് ചെയ്യും. ഓക്കെ, ഇലക്ട്രോൺ ആക്സെപ്റ്ററിൽ നിന്നും ഇലക്ട്രോൺസ് നെക്സ്റ്റ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലേക്ക് പാസ് ചെയ്യും. ഇവിടെ വേറൊരു പ്രോസസ്സ് കൂടി കാണാം. ഇലക്ട്രോണിൻ്റെ എനർജി യൂസ് ചെയ്ത് ATP സിന്തസിസ് നടക്കും, ATP ഫോർമേഷൻ നടക്കും. എങ്ങനെയാണ്? ADPയും ഇനോർഗാനിക് ഫോസ്ഫേറ്റും കമ്പൈൻ ചെയ്ത് ATP ഫോർമേഷൻ നടക്കും. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ നിന്നും നെക്സ്റ്റ് ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നത് ഫോട്ടോസിസ്റ്റം 1ലെ ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സിലേക്കാണ്. ഓക്കെ, ഇവിടെ കാണാം ഇലക്ട്രോൺസ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ നിന്നും നെക്സ്റ്റ് മൂവ് ചെയ്യുന്നത് ഫോട്ടോസിസ്റ്റം 1ലെ ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സിലേക്കാണ്. ഫോട്ടോസിസ്റ്റം 1ലെ ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സ് ലൈറ്റിനെ അബ്സോർബ് ചെയ്യും. നേരത്തെ പറഞ്ഞതുപോലുള്ള പ്രോസസ്സ് ഇവിടെ നടക്കും. ഇലക്ട്രോൺസ് എക്സൈറ്റഡ് ആകും, നെക്സ്റ്റ് ഇലക്ട്രോൺസ് ജമ്പ് ചെയ്യും, ഇലക്ട്രോൺസിനെ ഇലക്ട്രോൺ ആക്സെപ്റ്റർ ആക്സെപ്റ്റ് ചെയ്യും. ഇലക്ട്രോൺസിൻ്റെ എനർജി യൂസ് ചെയ്ത് ഇവിടെ ഒരു റിയാക്ഷൻ നടക്കുന്നുണ്ട്, റിഡക്ഷൻ റിയാക്ഷൻ. NADPH ഫോർമേഷൻ നടക്കുന്നുണ്ട്. NADP H+മായി കമ്പൈൻ ചെയ്ത് NADPH ഫോർമേഷൻ നടക്കും. ഓക്കെ, ഇതൊരു റിഡക്ഷൻ റിയാക്ഷൻ ആണ്. ഇനി ഇവിടെ ഓർത്ത് വെക്കേണ്ടത് അപ്പ് ഹിൽ മൂവ്മെൻറ്റ് ആൻഡ് ഡൗൺ ഹിൽ മൂവ്മെൻറ്റ്. ഇതാണ് അപ്പ് ഹിൽ മൂവ്മെൻറ്റ്, ഇതാണ് ഡൗൺ ഹിൽ മൂവ്മെൻറ്റ്. ഇനി ഇവിടെ നടക്കുന്ന പ്രോസസ്സ് എന്താണ്? ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സിൽ നിന്നും ഇലക്ട്രോൺസ് എക്സൈറ്റഡ് ആയി പുറത്തേക്ക് ജമ്പ് ചെയ്തു അല്ലേ? സോ ഇവിടെ ഒരു ഇലക്ട്രോണ് നഷ്ടം വന്നു. അതിനെ കോമ്പൻസേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ദാറ്റ് ഈസ് ഇവിടെ നിന്നും നഷ്ടപ്പെട്ട ഇലക്ട്രോൺസിനെ എങ്ങനെയാണ് റീപ്ലേസ് ചെയ്യുന്നത്? വാട്ടർ സ്പ്ലിറ്റിംഗ് പ്രോസസ്സ് ഒക്യോസ് ഹിയർ. ഇവിടെ ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട്, വാട്ടർ സ്പ്ലിറ്റിംഗ് പ്രോസസ്സ്. വാട്ടർ സ്പ്ലിറ്റ് ചെയ്ത് ഇലക്ട്രോൺസും ഹൈഡ്രജനും ഓക്സിജനുമായി മാറും. ഈ ഇലക്ട്രോൺസ് ഫോട്ടോസിസ്റ്റം 2ലെ ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സിലേക്ക് മൂവ് ചെയ്യും. സോ അവിടെ നിന്നും നഷ്ടപ്പെട്ട ഇലക്ട്രോൺസ് ഇതേപോലെ കോമ്പൻസേറ്റ് ചെയ്യും. ആ ഫിഗർ ഓർത്ത് വെച്ചാൽ തന്നെ അതിൻ്റെ തിയറി പാർട്ട് ഈസിയായി എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ഇൻ ഫോട്ടോസിസ്റ്റം 2 ദ റിയാക്ഷൻ സെൻറ്റർ ക്ലോറോഫിൽ എ അബ്സോർബ് 680 നാനോമീറ്റർ വേവ് ലെങ്ത് ഓഫ് റെഡ് ലൈറ്റ്. ഫോട്ടോസിസ്റ്റം 2ലുള്ള റിയാക്ഷൻ സെൻറ്ററായ ക്ലോറോഫിൽ എ 680 നാനോമീറ്റർ വേവ് ലെങ്ത്തുള്ള ലൈറ്റ് അബ്സോർബ് ചെയ്യും. ഇലക്ട്രോൺസ് ബിക്കംസ് എക്സൈറ്റഡ് ആൻഡ് ജംപ് ഇൻ ടു ആൻ ഓർബിറ്റ് ഫാർദർ ഫ്രം ദ അറ്റോമിക് ന്യൂക്ലിയസ്. These electrons are picked up by an electron acceptor which passes them to an electron transport system. The electrons are passed on to the pigments of photosystem 1. Electrons excited ആകും, ഇലക്ട്രോൺസ് ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സിൽ നിന്നും പുറത്തേക്ക് ജമ്പ് ചെയ്യും. ഈ ഇലക്ട്രോൺസിനെ ഇലക്ട്രോൺ ആക്സെപ്റ്റർ ആക്സെപ്റ്റ് ചെയ്യും. അതിനുശേഷം ഇലക്ട്രോൺസ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലേക്ക് മൂവ് ചെയ്യും. നെക്സ്റ്റ് ഇലക്ട്രോൺസ് ഫോട്ടോസിസ്റ്റം 1ലെ ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സിലേക്ക് മൂവ് ചെയ്യും. ഇലക്ട്രോൺസ് ഇൻ ദ റിയാക്ഷൻ സെൻറ്റർ ഓഫ് ഫോട്ടോസിസ്റ്റം 1 ആർ ഓൾസോ എക്സൈറ്റഡ് വെൻ ദേ റിസീവ് റെഡ് ലൈറ്റ് ഓഫ് വേവ് ലെങ്ത് 700 നാനോമീറ്റർ. ഫോട്ടോസിസ്റ്റം 1ലുള്ള റിയാക്ഷൻ സെൻറ്റർ 700 നാനോമീറ്റർ വേവ് ലെങ്ത്തുള്ള ലൈറ്റ് റിസീവ് ചെയ്യും. സോ ഇലക്ട്രോൺസ് എക്സൈറ്റഡ് ആകും. ഇലക്ട്രോൺസ് ആർ ട്രാൻസ്ഫേർഡ് ടു അനദർ ആക്സെപ്റ്റർ മോളിക്കിൾസ്. ഈ ഇലക്ട്രോൺസിനെ വേറൊരു ഇലക്ട്രോൺ ആക്സെപ്റ്റർ ആക്സെപ്റ്റ് ചെയ്യും. ദീസ് ഇലക്ട്രോൺസ് ദെൻ ആർ മൂവ്ഡ് ഡൗൺ ഹിൽ അഗെയിൻ, ദിസ് ടൈം ടു എ മോളിക്യൂൾ ഓഫ് എനർജി റിച്ച് NADP. ദ അഡീഷൻ ഓഫ് ദീസ് ഇലക്ട്രോൺസ് റെഡ്യൂസസ് NADP ടു NADPH ആൻഡ് H+. ഇലക്ട്രോൺസ് ഡൗൺ ഹില്ലായി മൂവ് ചെയ്യും. സോ ഇവിടെ ഒരു റിഡക്ഷൻ റിയാക്ഷൻ നടക്കുന്നുണ്ട്. NADP H+മായി കമ്പൈൻ ചെയ്ത് NADPH ഫോർമേഷൻ നടക്കും.
സോ ദാറ്റ് മീൻസ് ATP ഫോർമേഷൻ നടന്നു, NADPH ഫോർമേഷൻ നടന്നു. ലൈറ്റ് റിയാക്ഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ATP ഫോർമേഷൻ ആൻഡ് NADPH formation. This whole scheme of transfer of electrons starting from the photosystem 2 uphill to the acceptor, down the electron transport chain to photosystem 1, excitation of electrons, transfer to another acceptor, and finally downhill to NADP, reducing it to NADPH and H plus is called the Z scheme. So electrons move ചെയ്യുന്നത് Z ഷേപ്പിലാണ് അല്ലേ? ഈ ഫിഗർ ഒബ്സർവ് ചെയ്താൽ കാണാം ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നത് Z ഷേപ്പിലാണ്. അതുകൊണ്ട് ഇതിനെ Z സ്കീം എന്ന് പറയും. ഓക്കെ, ഇറ്റ് ഈസ് കോൾഡ് Z സ്കീം. സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. നഷ്ടപ്പെട്ട ഇലക്ട്രോൺസിനെ റീപ്ലേസ് ചെയ്യുന്നത് വാട്ടർ സ്പ്ലിറ്റ് ചെയ്താണ്. ലൈറ്റ് ഇൻഡ്യൂസ്ഡ് സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ ഇൻ ടു ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ് ആൻഡ് ഓക്സിജൻ. ദിസ് ഈസ് ടു റീപ്ലേസ് ദ ഇലക്ട്രോൺസ് ദാറ്റ് were removed from the photosystem 2. ഫോട്ടോസിസ്റ്റം 2-ൽ നിന്നും നഷ്ടപ്പെട്ട ഇലക്ട്രോൺസിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയാണ് വാട്ടർ സ്പ്ലിറ്റ് ചെയ്ത് ഇലക്ട്രോൺസ് ഫോം ചെയ്യുന്നത്. ഫോട്ടോഫോസ്ഫോറിലേഷൻ, ഇറ്റ് ഈസ് ദ സിന്തസിസ് ഓഫ് ATP ഫ്രം ADP ആൻഡ് ഇനോർഗാനിക് ഫോസ്ഫേറ്റ് ഇൻ ദ പ്രസൻസ് ഓഫ് ലൈറ്റ്. നമ്മളിപ്പോൾ ATP സിന്തസിസിനെ പറ്റി ഡിസ്കസ് ചെയ്തു അല്ലേ? സോ ദ പ്രോസസ് ഓഫ് സിന്തസിസ് ഓഫ് ATP ഫ്രം ADP ആൻഡ് ഇനോർഗാനിക് ഫോസ്ഫേറ്റ് ഇൻ ദ പ്രസൻസ് ഓഫ് ലൈറ്റ് ഈസ് കോൾഡ് ഫോട്ടോഫോസ്ഫോറിലേഷൻ. സൺലൈറ്റിൻ്റെ സഹായത്തോടു കൂടി ADPയിൽ നിന്നും ഇനോർഗാനിക് ഫോസ്ഫേറ്റിൽ നിന്നും ATP നിർമ്മിക്കുന്ന പ്രോസസ്സാണ് ഫോട്ടോഫോസ്ഫോറിലേഷൻ. ഇറ്റ് ഒക്കേഴ്സ് ഇൻ 2 ways, സൈക്ലിക് ആൻഡ് നോൺ സൈക്ലിക്. 2 രീതിയിൽ ഫോട്ടോഫോസ്ഫോറിലേഷൻ നടക്കുന്നുണ്ട്, സൈക്ലിക്കായും നോൺ സൈക്ലിക്കായും. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം നോൺ സൈക്ലിക് പ്രോസസ്സാണ്. ദാറ്റ് ഈസ് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ. ഇതിൽ ഇലക്ട്രോൺസ് ട്രാവൽ ഇൻ എ നോൺ സൈക്ലിക് മാനർ. ഇലക്ട്രോൺസ് സൈക്ലിക് അല്ലാതെ നോൺ സൈക്ലിക് രീതിയിലാണ് മൂവ് ചെയ്യുന്നത്. സൈക്ലിക് മീൻസ് വാട്ട്? ഒരു സ്ഥലത്തു നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അതേ സ്ഥലത്തേക്ക് ഇലക്ട്രോൺസ് തിരിച്ചു വരുന്നതാണ് സൈക്ലിക്. പക്ഷേ നോൺ സൈക്ലിക് മീൻസ് ഈ ഇലക്ട്രോൺസ് സ്റ്റാർട്ട് ചെയ്ത പ്ലേസിലേക്ക് തിരിച്ചു വരുന്നില്ല. സോ ദാറ്റ് ഈസ് നോൺ സൈക്ലിക് പ്രോസസ്. ബോത്ത് ഫോട്ടോസിസ്റ്റം 1 ആൻഡ് ഫോട്ടോസിസ്റ്റം 2 ആർ ഇൻവോൾവ്ഡ്. നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനിൽ 2 ഫോട്ടോസിസ്റ്റംസും ഇൻവോൾവ് ചെയ്യുന്നുണ്ട്, ഫോട്ടോസിസ്റ്റം 1 ആൻഡ് ഫോട്ടോസിസ്റ്റം 2. ബോത്ത് ATP ആൻഡ് NADPH ആർ ഫോമഡ്. രണ്ടിൻ്റെയും ഫോമേഷൻ നടക്കുന്നുണ്ട് അല്ലേ? ATP ഫോം ചെയ്യുന്നുണ്ട്, NADPH ഫോം ചെയ്യുന്നുണ്ട്. ഫോട്ടോലിസിസ് ഓഫ് വാട്ടർ ടേക്സ് പ്ലേസ്. വാട്ടർ സ്പ്ലിറ്റിംഗ് നടക്കുന്നുണ്ട്. ഫോട്ടോലിസിസ് ഓഫ് വാട്ടർ മീൻസ് വാട്ടർ സ്പ്ലിറ്റിംഗ് നടക്കുന്നുണ്ട്. ഓക്സിജൻ ഈസ് ഇവോൾവഡ്. ഓക്സിജൻ ഫോം ചെയ്യുന്നുണ്ട്. സോ ദീസ് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ. സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനിൽ സൈക്ലിക് ആയാണ് ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, ഇലക്ട്രോൺസ് ട്രാവൽ ഇൻ എ സൈക്ലിക് മാനർ. സൈക്ലിക് മാനറിലാണ് ഇലക്ട്രോൺസ് ട്രാവൽ ചെയ്യുന്നത്. ഓൺലി ഫോട്ടോസിസ്റ്റം 1 ഈസ് ഇൻവോൾവഡ്. ഇവിടെ ഫോട്ടോസിസ്റ്റം 1 മാത്രമാണ് ഇൻവോൾവ് ചെയ്യുന്നത്. ഫോട്ടോസിസ്റ്റം 2 ഈസ് നോട്ട് ദെയർ. ഓൺലി ATP ഈസ് ഫോമഡ്. ATP ഫോമേഷൻ മാത്രമാണ് നടക്കുന്നത്. NADPH ഈസ് നോട്ട് ഫോമഡ്. നോ ഫോട്ടോലിസിസ് ഓഫ് വാട്ടർ. വാട്ടർ സ്പ്ലിറ്റിംഗ് പ്രോസസ്സ് നടക്കുന്നില്ല. ഓക്സിജൻ ഈസ് നോട്ട് ഇവോൾവഡ്. ഓക്സിജൻ ഇവോൾവ് ചെയ്യുന്നില്ല. ദാറ്റ് ഈസ് ഒബ്സർവ് ദിസ് ഡയഗ്രാം. ഇവിടെ ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലെക്സ് ലൈറ്റ് റിസീവ് ചെയ്യുന്നു, ഇലക്ട്രോൺസ് എക്സൈറ്റഡ് ആകുന്നു. ഹൈ എനർജി ഇലക്ട്രോൺസിനെ ഇലക്ട്രോൺ ആക്സെപ്റ്റർ ആക്സെപ്റ്റ് ചെയ്യും. ഇവിടെ ഇലക്ട്രോൺ ആക്സെപ്റ്ററിൽ നിന്നും നെക്സ്റ്റ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലേക്ക് മൂവ് ചെയ്യും. ഈ സമയത്ത് ADP ആൻഡ് ഇനോർഗാനിക് ഫോസ്ഫേറ്റ് കമ്പൈൻ ചെയ്ത് ATP സിന്തസിസ്, ATP ഫോമേഷൻ നടക്കും. ഇലക്ട്രോൺസ് വീണ്ടും ഫോട്ടോസിസ്റ്റം 1ലേക്ക് തന്നെ മൂവ് ചെയ്യും. സോ ഇവിടെ സൈക്ലിക് ആയാണ് പ്രോസസ്സ് നടക്കുന്നത്. സോ ദിസ് ഈസ് കോൾഡ് സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ. Chemiosmotic hypothesis, it explains ATP synthesis in chloroplast. According to this hypothesis, ATP synthesis takes place due to formation of a proton gradient across thylakoid membrane. ക്ലോറോപ്ലാസ്റ്റിനകത്ത് ATP സിന്തസിസ് നടക്കുന്നത് എങ്ങനെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഹൈപ്പോത്തസിസ് ആണ് കെമി ഓസ്മോട്ടിക് ഹൈപ്പോത്തസിസ്. സോ നമ്മളിപ്പോൾ പറഞ്ഞു ATP സിന്തസിസ് നടക്കുന്നുണ്ട് അല്ലേ? ADPയും ഇനോർഗാനിക് ഫോസ്ഫേറ്റും കമ്പൈൻ ചെയ്ത്
ATP സിന്തസിസ് നടക്കുന്നുണ്ട്. സോ ക്ലോറോപ്ലാസ്റ്റിനകത്ത് ഈ ATP സിന്തസിസ് നടക്കുന്നത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ഹൈപ്പോതെസിസ് ആണ് കെമി ഓസ്മോട്ടിക് ഹൈപ്പോതെസിസ്. ഈ ഹൈപ്പോതെസിസ് പ്രകാരം ഹൗ ATP സിന്തസിസ് ഒക്യൂർസ് ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ് എ പ്രോട്ടോൺ ഗ്രേഡിയൻറ്റ് അക്രോസ് തൈലക്കോയിഡ് മെംബ്രെയിൻ. തൈലക്കോയിഡ് മെംബ്രെയിൻ്റെ അകത്തും പുറത്തും കാണുന്ന പ്രോട്ടോൺ ഗ്രേഡിയൻറ്റ് കാരണമാണ് ATP സിന്തസിസ് നടക്കുന്നത് എന്നാണ് ഈ ഹൈപ്പോതെസിസ് പറയുന്നത്. ക്ലോറോപ്ലാസ്റ്റിൻ്റെ സ്ട്രക്ചർ ഒന്ന് ഓർത്തെടുക്കാം. ക്ലോറോപ്ലാസ്റ്റിനെ കവർ ചെയ്ത് 2 മെംബ്രെയിൻസ് കാണാം. അകത്ത് ഫ്ലൂയിഡ് പാർട്ടാണ് സ്ട്രോമ. അതിൽ ഡിസ്ക് ഷേപ്പിലുള്ള സ്ട്രക്ചേഴ്സാണ് തൈലക്കോയിഡ്സ്. ഈ തൈലക്കോയിഡ്സ് ഒന്നിനു മേലെ ഒന്നായി അറേഞ്ച് ചെയ്താണ് ഗ്രാന ഫോം ചെയ്യുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള ഈ ഫിഗർ ഒരു തൈലക്കോയിഡാണ്. ഓക്കെ, ഗ്രാനയിലുള്ള ഒരു ഡിസ്ക് പോലുള്ള സ്ട്രക്ചറാണ് തൈലക്കോയിഡ്. ഇനി ഇവിടെ കാണുന്നത്, ഈ പിങ്ക് കളറിൽ കാണുന്നത് തൈലക്കോയിഡിൻ്റെ മെംബ്രെയിൻ. അകത്ത് കാണുന്നത് ല്യൂമനാണ്. പുറമെ കാണുന്ന ഭാഗം ഏതായിരിക്കും? സ്ട്രോമ ആയിരിക്കും അല്ലേ? സ്ട്രോമയിലാണല്ലോ ഈ തൈലക്കോയിഡ് പാക്കായി അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഈ പിങ്ക് കളറിൽ കാണുന്ന ഭാഗം തൈലക്കോയിഡിൻ്റെ മെംബ്രെയിൻ, അകത്ത് കാണുന്നത് ല്യൂമനാണ്, പുറമേ കാണുന്ന ഭാഗം സ്ട്രോമ. തൈലക്കോയിഡ് മെംബ്രെയിൻ്റെ അകത്തും പുറത്തും പ്രോട്ടോണിൻ്റെ കോൺസെൻട്രേഷൻ ഡിഫറെൻ്റ് ആണ്. അകത്ത് കൂടുതൽ പ്രോട്ടോൺ കോൺസെൻട്രേഷൻ കാണാം, H+ കോൺസെൻട്രേഷൻ. സോ ല്യൂമനിൽ കൂടുതൽ H+ കോൺസെൻട്രേഷൻ കാണാം, പക്ഷെ പുറത്ത് H+ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ പ്രോട്ടോൺ കോൺസെൻട്രേഷൻ കുറവാണ്. ഇങ്ങനെ പ്രോട്ടോൺ ഗ്രേഡിയൻ്റ് ഉള്ളത് കൊണ്ടാണ് ATP സിന്തസിസ് നടക്കുന്നത് എന്നാണ് ഈ ഒരു ഹൈപ്പോതെസിസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പ്രോട്ടോൺ ഗ്രേഡിയൻ്റ് മനസ്സിലായില്ലേ? ദ സ്പേസ് ഇൻസൈഡ് തൈലക്കോയിഡ് ഈസ് കോൾഡ് ല്യൂമൻ. ദ ല്യൂമൻ ഹാസ് മോർ പ്രോട്ടോൺ കോൺസെൻട്രേഷൻ. തൈലക്കോയിഡിൻ്റെ അകത്ത് കാണുന്ന സ്പേസ് ആണ് ല്യൂമൻ. ല്യൂമനിൽ കൂടുതൽ H+ കാണാം. ദ സ്പേസ് ഔട്ട്സൈഡ് ദ തൈലക്കോയിഡ് ഈസ് എ സ്ട്രോമ. ദ സ്ട്രോമ ഹാസ് ലെസ് പ്രോട്ടോൺ കോൺസെൻട്രേഷൻ. തൈലക്കോയിഡിൻ്റെ പുറത്ത് കാണുന്നത് സ്ട്രോമ ആണ്. സ്ട്രോമയിൽ H+ കോൺസെൻട്രേഷൻ കുറവാണ്. റീസൺസ് ഫോർ പ്രോട്ടോൺ ഗ്രേഡിയൻറ്റ് അക്രോസ് ദ മെംബ്രെയിൻ. എന്തുകൊണ്ടാണ് ല്യൂമനിൽ കൂടുതൽ H+ഉം പുറത്ത് കുറവ് H+ഉം എന്ന് നോക്കാം. ദർ ആർ 3 റീസൺസ് ഫോർ ദിസ്. അതിന് 3 കാരണങ്ങളുണ്ട്. ഫസ്റ്റ് റീസൺ, വാട്ടർ സ്പ്ലിറ്റിംഗ് ടേക്സ് പ്ലേസ് ഓൺ ദ ഇന്നർ സൈഡ് ഓഫ് ദ മെംബ്രെയിൻ ആൻഡ് പ്രോട്ടോൺ H+ thus formed move into the lumen region. നേരത്തെ നമ്മൾ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം പഠിക്കുമ്പോൾ സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ എന്ന പ്രോസസ്സ് പഠിച്ചിട്ടുണ്ട് അല്ലേ? സോ വാട്ടർ സ്പ്ലിറ്റ് ചെയ്ത് H+ ഫോം ചെയ്യുന്നുണ്ട്. ഈ പ്രോസസ്സ് നടന്നതിന് ശേഷം H+ എങ്ങോട്ടേക്കാണ് മൂവ് ചെയ്യുന്നത്? ല്യൂമനിലേക്കാണ് മൂവ് ചെയ്യുന്നത്. സോ ല്യൂമൻ്റെ അകത്ത് H+ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യുന്നു. ഒബ്സർവ് ദിസ് ഡയഗ്രാം. ഈ ഫിഗർ നോക്കുക. തൈലക്കോയിഡ് മെംബ്രെയിനിൽ വെച്ചാണ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് നടക്കുന്നത്. ഇവിടെ ഫോട്ടോസിസ്റ്റം 2 കാണാം, വാട്ടർ സ്പ്ലിറ്റിംഗ് പ്രോസസ്സും കാണാം. ഓക്കെ, സോ വാട്ടർ സ്പ്ലിറ്റ് ചെയ്ത് H+ ഫോം ചെയ്യുന്നുണ്ട്. ഈ H+ നേരെ ല്യൂമനിലേക്ക് തന്നെയാണ് മൂവ് ചെയ്യുന്നത്. സോ ല്യൂമനിൽ H+ൻ്റെ കോൺസെൻട്രേഷൻ കൂടാനുള്ള ഒന്നാമത്തെ കാരണം ഇതാണ്. സെക്കൻഡ് റീസൺ, ദ മോളിക്യൂൾസ് ഇൻവോൾവ്ഡ് ഇൻ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം ആർ H+ ആറ്റം കാരിയേഴ്സ്. So when they accept electrons in electron transport system, they also absorb H+ ions from outer stroma region. When electrons are transferred to the next molecule, H+ ions are transported into the lumen. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം ഒന്നുകൂടി ഓർത്ത് വെക്കുക. അതിൽ ഇലക്ട്രോൺസിനെ ഇലക്ട്രോൺ ആക്സെപ്റ്റർ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? അതിനുശേഷം ഇലക്ട്രോൺ ആക്സെപ്റ്ററിൽ നിന്നും ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലേക്കാണ് ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നത്. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന മോളിക്യൂൾസ് ഓർ കോമ്പൗണ്ട്സ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്ന പ്ലാസ്റ്റോക്യുനൈൻ, സൈറ്റോക്രോം B6, സൈറ്റോക്രോം F, പ്ലാസ്റ്റോസിയാനിൻ എക്സെട്ര. നമ്മൾ നേരത്തെ പറയുന്ന സമയത്ത് അതൊരു ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം മാത്രമായി പറഞ്ഞു. സോ ഇലക്ട്രോൺസ് ഇലക്ട്രോൺ ആക്സെപ്റ്ററിൽ നിന്നും പ്ലാസ്റ്റോക്യുനോൺ, സൈറ്റോക്രോം, പ്ലാസ്റ്റോസിയാനിൻ വഴി മൂവ് ചെയ്യുന്നു. ഓക്കെ, ഇങ്ങനെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ പ്രോട്ടോൺ കൂടി ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ പ്രോട്ടോൺ എടുക്കുന്നത് എവിടെ നിന്നാണ്? സ്ട്രോമയിൽ നിന്നാണ്. നെക്സ്റ്റ് പ്രോട്ടോൺസിനെ എങ്ങോട്ടേക്ക് പാസ് ചെയ്യും? ല്യൂമനിലേക്ക് പാസ് ചെയ്യും. സോ ല്യൂമനിൽ എഗെയിൻ പ്രോട്ടോൺ ഓർ H+ കോൺസെൻട്രേഷന് ഇൻക്രീസ് ചെയ്യും. തേർഡ് റീസൺ, ഡ്യൂറിങ് ഫോർമേഷൻ ഓഫ് NADPH ഇൻ Z scheme, NADP accepts H+ ions, that is proton, from the stroma.
ഒന്നുകൂടി ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം ഓർത്ത് നോക്കുക. അവിടെ ഒരു റിഡക്ഷൻ റിയാക്ഷൻ നടക്കുന്നുണ്ട്. NADP H+മായി കമ്പൈൻ ചെയ്ത് NADPH ഫോം ചെയ്യുന്നുണ്ട്. ഇതാണ് റിഡക്ഷൻ റിയാക്ഷൻ. ഇവിടെ H+ വേണം. സോ സ്ട്രോമയിലാണ് ഈ പ്രോസസ്സ് നടക്കുന്നത്. സ്ട്രോമയിലുള്ള H+ ഈ റിഡക്ഷൻ റിയാക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നു. സോ സ്ട്രോമയിൽ H+ കോൺസെൻട്രേഷൻ കുറയുന്നു. So protons in the stroma decrease and protons in the lumen increase. This creates a proton gradient. അത് കാരണം സ്ട്രോമയിൽ പ്രോട്ടോൺ കോൺസെൻട്രേഷൻ കുറവായി, ല്യൂമനിൽ പ്രോട്ടോൺ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്തു. ഇതാണ് പ്രോട്ടോൺ ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത്, പ്രോട്ടോൺ കോൺസെൻട്രേഷനിലുള്ള ഡിഫറൻസ്. ഇനി ദ ബ്രേക്ക് ഡൗൺ ഓഫ് ദിസ് ഗ്രേഡിയൻറ്റ് ലീഡ്സ് ടു ദ സിന്തസിസ് ഓഫ് ATP. ഈ ഒരു പ്രോട്ടോൺ ഗ്രേഡിയൻ്റ് ബ്രേക്ക് ഡൗൺ ആയാൽ, ഇതിൽ ചേഞ്ച് വന്നാലാണ് ATP സിന്തസിസ് നടക്കുക. ഹൗ? എല്ലായ്പ്പോഴും സബ്സ്റ്റൻസസ് ഓർ മോളിക്യൂൾസ് എങ്ങനെയാണ് മൂവ് ചെയ്യുക? കോൺസെൻട്രേഷന് കൂടുതലുള്ള പ്ലേസിൽ നിന്ന് കോൺസെൻട്രേഷൻ കുറവുള്ള ഭാഗത്തേക്ക് മൂവ് ചെയ്യും. സോ ഇവിടെ H+ കൂടുതലുള്ളത് ല്യൂമനിലാണ്, കുറവുള്ളത് സ്ട്രോമയിലാണ്. സോ H+ ഓർ പ്രോട്ടോൺ ല്യൂമനിൽ നിന്നും സ്ട്രോമയിലേക്ക് മൂവ് ചെയ്യും. ദാറ്റ് ഈസ് ഹൗ പ്രോട്ടീൻ ഗ്രേഡിയൻറ്റ് ബ്രേക്സ്. ദ ഗ്രേഡിയൻറ്റ് ഈസ് ബ്രോക്കൺ ഡൗൺ ഡ്യൂ ടു ദ മൂവ്മെൻറ്റ് ഓഫ് പ്രോട്ടോൺസ് ഫ്രം ദ ല്യൂമൻ അക്രോസ് ദ മെംബ്രെയിൻ ടു ദ സ്ട്രോമ. ഏത് വഴിയിൽ കൂടെയാണ് H+ പുറത്തേക്ക് മൂവ് ചെയ്യുന്നത്? ദേ മൂവ് ത്രൂ ദ ചാനൽ ഓഫ് ATP സിന്തേസ് എൻസൈം സീൻ ഓൺ ദ മെംബ്രെയിൻ. തൈലക്കോയിഡ് മെംബ്രെയിനിൽ കാണുന്ന ATP സിന്തേസ് എൻസൈമിൻ്റെ ചാനൽ വഴിയാണ് H+ ല്യൂമൻ്റെ അകത്തു നിന്നും പുറത്തുള്ള സ്ട്രോമയിലേക്ക് മൂവ് ചെയ്യുന്നത്. ഒബ്സർവ് ദിസ് ഫിഗർ. ഇതാണ് തൈലക്കോയിഡ് മെംബ്രെയിൻ. തൈലക്കോയിഡ് മെംബ്രെയിനിൽ കാണുന്ന ATP സിന്തേസ് എൻസൈമാണ് ഇത്. സോ ഈ എൻസൈമിന് 2 പാർട്സ് ഉണ്ട്, F0 പാർട്ടും F1 പാർട്ടും. ഇതാണ് F0 പാർട്ട്, ഇതാണ് F1 പാർട്ട്. F0 പാർട്ട് തൈലക്കോയിഡ് മെംബ്രെയിനിലാണ് കാണുന്നത്. F1 പാർട്ട് പുറത്തേക്ക് സ്ട്രോമയിലേക്ക് ഫേസ് ചെയ്താണ് കാണുന്നത്. H+ തൈലക്കോയിഡിൻ്റെ ല്യൂമിനിൽ നിന്നും F0 ചാനൽ വഴി പുറത്തേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് ഈ എൻസൈം ATP സിന്തേസ് എൻസൈം ആക്ടിവേറ്റഡ് ആകും. സോ ഈ എൻസൈമിൻ്റെ സഹായത്തോടു കൂടി ADP ഇനോർഗാനിക് ഫോസ്ഫേറ്റുമായി കമ്പൈൻ ചെയ്ത് ATP ഫോം ചെയ്യും. ഓക്കെ, സോ ദിസ് ഈസ് ഹൗ ATP സിന്തസിസ് ഒക്കേഴ്സ്. ദ ATP സിന്തേസ് ഹാസ് 2 parts, F0 part and F1 part. The F0 part is embedded on the membrane, F1 part is projecting outside to stroma. ATP സിന്തേസ് എൻസൈമിന് 2 പാർട്സ് ഉണ്ട്, F0 പാർട്ടും F1 പാർട്ടും. F0 പാർട്ട് തൈലക്കോയിഡ് മെംബ്രെയിനിലാണ് കാണുന്നത്. F1 പാർട്ട് പുറത്ത് സ്ട്രോമയിലേക്ക് പ്രോജക്റ്റ് ചെയ്താണ് കാണുന്നത്. വെൻ പ്രോട്ടോൺ മൂവ്സ് ത്രൂ ദിസ് ചാനൽ, കൺഫർമേഷണൽ ചേഞ്ചസ് ഒക്യൂർ ഇൻ F1. ദ എൻസൈം ഈസ് ആക്ടിവേറ്റഡ്, ATP സിന്തസിസ് ഒക്യൂർ. H+ ഈ ചാനൽ വഴി മൂവ് ചെയ്യുന്ന സമയത്ത് F1 മാറ്റങ്ങൾ വരും. അത് കാരണം എൻസൈം ആക്ടിവേറ്റഡ് ആകും. എൻസൈമിൻ്റെ സഹായത്തോടു കൂടി ATP സിന്തസിസ് നടക്കും. സോ ലൈറ്റ് റിയാക്ഷന് കംപ്ലീറ്റ് ചെയ്തു. ലൈറ്റ് റിയാക്ഷന് ശേഷം ATP ഫോം ചെയ്തു, NADPH ഫോം ചെയ്തു. നെക്സ്റ്റ് ആണ് ഡാർക്ക് റിയാക്ഷൻ. സെക്കൻഡ് ഫേസ് ആണ് ഡാർക്ക് റിയാക്ഷൻ, അതർവൈസ് കോൾഡ് ബയോസിന്തറ്റിക് ഫേസ് ഓർ കാൽവിൻ സൈക്കിൾ ഓർ C3 സൈക്കിൾ. ഡാർക്ക് റിയാക്ഷൻ ടേക്സ് പ്ലേസ് ഇൻ സ്ട്രോമ. സ്ട്രോമയിൽ വെച്ചാണ് ഡാർക്ക് റിയാക്ഷൻ നടക്കുന്നത്. യൂസിങ് ATP ആൻഡ് NADPH, കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് റെഡ്യൂസ്ഡ് ടു കാർബോഹൈഡ്രേറ്റ്. സോ ഡാർക്ക് റിയാക്ഷനിൽ നടക്കുന്ന പ്രോസസ്സ് എന്താണ്? ലൈറ്റ് റിയാക്ഷൻ്റെ പ്രോഡക്റ്റായ ATP ആൻഡ് NADPH യൂസ് ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡ് റെഡ്യൂസ് ചെയ്ത് കാർബോഹൈഡ്രേറ്റ് സ്റ്റാർച്ച് ഫോം ചെയ്യും. ഓക്കെ, യൂസിങ് ATP ആൻഡ് NADPH, കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് റെഡ്യൂസ്ഡ് ടു കാർബോഹൈഡ്രേറ്റ്. ഡിസ്കവേർഡ് ബൈ മെൽവിൻ കാൽവിൻ, ഹെൻസ് ദ നെയിം കാൽവിൻ സൈക്കിൾ. സോ ഡാർക്ക് റിയാക്ഷൻ പ്രോസസ്സൊക്കെ ഡിസ്കവർ ചെയ്തത് മെൽവിൻ കാൽവിൻ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ആണ്. അതുകൊണ്ട് ഡാർക്ക് റിയാക്ഷനെ കാൽവിൻ സൈക്കിൾ എന്ന് കൂടി പറയും. കാൽവിൻ സൈക്കിൾ ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ് അണ്ടർ 3 stages. കാൽവിൻ സൈക്കിൾ 3 സ്റ്റേജസ് ആയി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദേ ആർ കാർബോക്സിലേഷൻ, റിഡക്ഷൻ, റീജനറേഷൻ. ഒബ്സർവ് ദിസ് ഫിഗർ. ഫസ്റ്റ് സ്റ്റെപ്പ് കാർബോക്സിലേഷൻ. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഫിക്സേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡിനെ ഫിക്സ് ചെയ്യുന്ന പ്രോസസ്സാണ് കാർബോക്സിലേഷൻ. അറ്റ്മോസ്ഫിയറിൽ നിന്നും വരുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ ഫിക്സ് ചെയ്യുന്ന പ്രോസസ്സാണ് കാർബോക്സിലേഷൻ. ദാറ്റ് ഈസ്, ഒബ്സർവ് ഹിയർ, റിബുലോസ് 1,5-bisphosphate ഒരു 5 കാർബൺ കോമ്പൗണ്ടാണ്. റിബുലോസ് 1,5-bisphosphate കാർബൺ ഡൈ ഓക്സൈഡുമായി കമ്പൈൻ ചെയ്ത് ഒരു 6 കാർബൺ കോമ്പൗണ്ട് ഫോം ചെയ്യുന്നു. അതായത് റിബുലോസ് 1,5-bisphosphate 5 കാർബൺ കോമ്പൗണ്ടാണ്
കാർബൺ ഡൈ ഓക്സൈഡിൽ ഒരു കാർബൺ. സോ 5+1 6 കാർബൺ കോമ്പൗണ്ട് ഫോം ചെയ്യുന്നു. പക്ഷേ അത് അൺസ്റ്റേബിൾ കോമ്പൗണ്ട് ആണ്. 6 കാർബൺ കോമ്പൗണ്ട് ഡിവൈഡ് ചെയ്ത് 3 കാർബൺ കോമ്പൗണ്ടായ 3 ഫോസ്ഫോ ഗ്ലിസറേറ്റ് ഫോം ചെയ്യുന്നു. 3 PGA ഫോം ചെയ്യുന്നു. 2 മോളിക്കിൾ 3 ഫോസ്ഫോ ഗ്ലിസറേറ്റ് ഓർ 3 PGA ഫോം ചെയ്യും. സോ 3 PGA ഒരു സ്റ്റേബിൾ കോമ്പൗണ്ട് ആണ്. ഓക്കെ, സോ കാൽവിൻ സൈക്കിളിൻ്റെ മറ്റൊരു പേരാണ് C3 സൈക്കിൾ. ഇവിടെ ഡാർക്ക് റിയാക്ഷനിൽ ഉണ്ടായ ഫസ്റ്റ് സ്റ്റേബിൾ കോമ്പൗണ്ട് 3 കാർബൺ കോമ്പൗണ്ട് ആയത് കൊണ്ടാണ് ഇതിനെ C3 സൈക്കിൾ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് 3 PGA ഒരു സ്റ്റേബിൾ കോമ്പൗണ്ട് ആണ്. സോ ഡാർക്ക് റിയാക്ഷനിൽ ഉണ്ടായ ഫസ്റ്റ് പ്രോഡക്റ്റ് 3 കാർബൺ കോമ്പൗണ്ട് ആയതുകൊണ്ടാണ് C3 സൈക്കിൾ എന്ന പേര് വന്നത്. ഓക്കെ, സോ ഇവിടെ വാട്ട് ഹാപ്പൻഡ്? 2 മോളിക്കിൾ 3 കാർബൺ കോമ്പൗണ്ട് ആയ 3 PGA ഫോം ചെയ്തു ആഫ്റ്റർ കാർബോക്സിലേഷൻ പ്രോസസ്സ്. ഈ പ്രോസസ്സ്, അതായത് കാർബോക്സിലേഷൻ പ്രോസസ്സിന് ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമാണ് RUBP കാർബോക്സിലേസ് ഓക്സിജനേസ് എൻസൈം ഓർ റുബിസ്കോ. ഇമ്പോർട്ടൻറ്റ്, ഈ എൻസൈമിൻ്റെ പേരാണ്, ഈ പ്രോസസ്സിനെ കാറ്റലൈസ് ചെയ്യുന്ന സ്പീഡപ്പ് ചെയ്യുന്ന എൻസൈമാണ് RUBP കാർബോക്സിലേസ് ഓക്സിജനേസ് ഓർ റുബിസ്കോ. നെക്സ്റ്റ് സെക്കൻഡ് സ്റ്റെപ്പ് റിഡക്ഷൻ. 3 ഫോസ്ഫോഗ്ലിസറേറ്റ് ഓർ 3 PGA. 3 PGAയുടെ 2 മോളിക്കിൾസും റിഡക്ഷൻ നടന്ന് ട്രയോസ് ഫോസ്ഫേറ്റ് ആയി മാറും. ഓക്കെ, റിഡക്ഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത് H+ ആഡ് ചെയ്യുന്ന റിയാക്ഷനാണ്. സോ എവിടെ നിന്നാണ് H+ കിട്ടുന്നത്? സോ ഇവിടെ നോക്കിയാൽ കാണാം NADPH ബ്രേക്ക് ഡൗൺ ചെയ്ത് NADP+ഉം ഇനോർഗാനിക് ഫോസ്ഫേറ്റും ഫോം ചെയ്യുന്നുണ്ട്. സോ ഇവിടെ നിന്നാണ് H+ കിട്ടുന്നത്. ഓക്കെ, സോ അതേപോലെ തന്നെ ATP ബ്രേക്ക് ഡൗൺ ചെയ്ത് ADP ഫോം ചെയ്യുന്നുണ്ട്. ഈ എനർജി യൂസ് ചെയ്താണ് റിഡക്ഷൻ റിയാക്ഷൻ നടക്കുന്നത്. സോ ആഫ്റ്റർ റിഡക്ഷൻ റിയാക്ഷൻ ട്രയോസ് ഫോസ്ഫേറ്റ് ഈസ് ഫോംഡ്. ഇപ്പോൾ ട്രയോസ് ഫോസ്ഫേറ്റിൽ നിന്നും സൂക്രോസ് ആൻഡ് സ്റ്റാർച്ച് ഫോം ചെയ്യും. ഈ 6 കാർബൺ കോമ്പൗണ്ട് ഇവിടെ ഉണ്ട് അല്ലേ? 6 കാർബൺ കോമ്പൗണ്ടിൽ നിന്നും ഒരു കാർബൺ മാത്രമാണ് ഈ സൂക്രോസ് ആൻഡ് സ്റ്റാർച്ച് ഫോർമേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. റിമൈനിങ് 5 കാർബൺസും ബാക്കിയുള്ള 5 കാർബണും റീജനറേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് റീജനറേഷൻ പ്രോസസ്സ്. ദാറ്റ് ഈസ് തേർഡ് സ്റ്റെപ്പ്. ഇവിടെയും ATP ബ്രേക്ക് ഡൗൺ ചെയ്ത് ADP ഫോം ചെയ്യുന്നുണ്ട്. ഈ എനർജി യൂസ് ചെയ്താണ് റീജനറേഷൻ പ്രോസസ്സ് നടക്കുന്നത്. സോ റീജനറേഷൻ പ്രോസസ്സിന് ശേഷം 5 കാർബൺ കോമ്പൗണ്ടായ റിബുലോസ് 1,5 ബിസ്ഫോസ്ഫേറ്റ് ഫോം ചെയ്യുന്നുണ്ട്. ഈ സൈക്കിൾ ഇതേപോലെ റിപ്പീറ്റ് ചെയ്യും. സോ ഇവിടെ ഓരോ മോളിക്കിൾ കാർബൺ ഡൈ ഓക്സൈഡ് എൻറ്റർ ചെയ്യുമ്പോഴും 2 മോളിക്കിൾസ് NADPH യൂസ് ചെയ്യുന്നുണ്ട്, 3 മോളിക്കിൾസ് ATP യൂസ് ചെയ്യുന്നുണ്ട്. അതായത് റിഡക്ഷൻ പ്രോസസ്സിൽ 2 മോളിക്കിൾസ് NADPH യൂസ് ചെയ്യുന്നുണ്ട്, 2 മോളിക്കിൾസ് ATP യൂസ് ചെയ്യുന്നുണ്ട്. റീജനറേഷൻ പ്രോസസ്സിൽ 1 മോളിക്കിൾ ATP യൂസ് ചെയ്യുന്നുണ്ട്. സോ 3 മോളിക്കിൾ, ടോട്ടൽ 3 മോളിക്കിൾ ATP യൂസ് ചെയ്യുന്നുണ്ട്, 2 മോളിക്കിൾ NADPH യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഒരു മോളിക്കിൾ ഗ്ലൂക്കോസ് ഫോം ചെയ്യണമെങ്കിൽ ഇതേപോലുള്ള 6 ടേൺസ് ഓഫ് സൈക്കിൾ ഈസ് റിക്വയർഡ്. ഈ സൈക്കിൾ എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യണം? 6 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യണം. ടു മേക്ക് 1 മോളിക്കിൾ ഓഫ് ഗ്ലൂക്കോസ് 6 ടേൺസ് ഓഫ് ദ സൈക്കിൾ ആർ റിക്വയർഡ്. സോ ടോട്ടൽ എത്ര NADPH വേണം, എത്ര ATP വേണം എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. ദാറ്റ് ഈസ് യു ക്യാൻ സീ ഹിയർ 6 കാർബൺ ഡൈ ഓക്സൈഡ്, 18 ATP, 12 NADPH, and what all products are formed? 1 glucose, 18 ADP, 12 NADP.